നേര് കണ്ട സമയത്താണ് ഇത് അനശ്വര ചെയ്താൽ നന്നാവും എന്നുള്ളൊരു ഭയങ്കരമായ തീരുമാനം എത്തുന്നത്. ആൻഡ്രോ ചേട്ടനാണ് എൻ്റെ ഒരു സജഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അനശ്വരയുടെ സംഭവം. അതിനുശേഷമാണ് ഞാൻ നേര് കാണുന്നത്. നേര് തിയേറ്ററിൽ ഇറങ്ങി റിലീസായ സമയത്ത് തന്നെ കണ്ടു. അതിനു മുമ്പ് അനശ്വരൻ മറ്റേ പ്രണയവിലാസം കണ്ടപ്പോൾ അത് നമുക്ക് അനശ്വര ആക്കിയാലോ എന്ന് ചോദിച്ച സമയത്ത് ഞാൻ അന്നത്തെ ചിന്തകളിൽ ഈ പ്രണയവിലാസത്തിൽ ഈ പറയുന്ന ഫ്ലാഷ് ബാക്കിൽ വരുന്നു. അതേപോലെ തന്നെ അപ്പോൾ ഓസ്ലർ ഷൂട്ട് ചെയ്യുന്നത്. ഓസ്ലർ ഞങ്ങളുടെ സുഹൃത്തുക്കളാണ് മൊത്തം ചെയ്യുന്നത്. അപ്പോൾ അതിലും ഫ്ലാഷ് ബാക്കിൽ വരുന്നു. അതുകൊണ്ടാണ് ആദ്യം അനശ്വരയിലേക്ക് ആൻഡ്രോ പറഞ്ഞ സമയത്ത് ഞാനത് ചിന്തിക്കാതിരുന്നത്. പക്ഷെ നേര് കണ്ട സമയത്ത് എനിക്കത് അതിനേക്കാൾ ഉപരി ഒരു പെർഫോമർ എന്നുള്ളൊരു ഈ ക്യാരക്ടർ ഭയങ്കര സേഫായിട്ട് അനശ്വരയിൽ നിൽക്കുന്നുള്ള സംഭവത്തിലാണ് നേരെ അനശ്വരയെ തന്നെ കാസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഈ ആൻറ്റി ഹീറോയിൻസ് വരുന്ന ഒരു സംഭവം ഇപ്പം ഇങ്ങനെ ഒരുപാട് സിനിമകൾ കണ്ടിരുന്നുണ്ട്. അപ്പം പുഷ്പം ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ആ ഒരു കാസ്റ്റിംഗ് എങ്ങനെയായിരുന്നു? അതും ഈ പറയുന്ന ഈ അടുത്ത കാലത്ത് വന്ന സിനിമകൾക്കൊക്കെ മുമ്പും ഇതിൻ്റെ സ്ക്രിപ്റ്റ് നടന്നിട്ടുണ്ട്. സ്ക്രിപ്റ്റിൽ നേരത്തെ തന്നെ ഉള്ളതാണ്. ഇതിൻ്റെ ഷൂട്ട് നടന്ന് ഇപ്പോഴാണെന്നുള്ളൂ. അപ്പോൾ ആട്ടം കൊണ്ടാണ് ആട്ടത്തിലെ അവരുടെ പെർഫോമൻസ് കൊണ്ടാണ് അവരെ സാറിനെ ഇതിലേക്ക് വിളിക്കുന്നത്. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു ആളുടെ.